Hello friends, Assalamu alaikum. In this variety calligraphy video, welcome back to my channel. It's me, Shami Muhammad. ഇന്ന് ഞാൻ ചെയ്യുന്ന കാലിഗ്രഫി A4 ഷീറ്റിലോ അതുപോലെ ഡ്രോയിങ് പേപ്പർ, ചാർട്ട് പേപ്പർ അതിലൊന്നല്ല. ഞാനൊരു ക്യാൻവാസ് ഷീറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്തൊരു പഴയ ക്യാൻവാസ് ഷീറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഡാമേജ് ആയിക്കണം, എന്നാലും നമുക്കിത് ചെയ്യാൻ ഇത് ധാരാളമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് കോസ്റ്റ്ലി ആട്ടോ, എന്നാലും നിങ്ങളിതിലൊന്ന് ട്രൈ ചെയ്യുക, അടിപൊളിയായിരിക്കും. പിന്നെ ഓയിൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാലിഗ്രഫി ചെയ്യണം. അപ്പോൾ കുഫി കാലിഗ്രഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിഡ് വരച്ചുകൊണ്ട് തുടങ്ങുകയാണ്. 1.5 സെൻറ്റിമീറ്റർ ആട്ടോ ഗ്രിഡിൻ്റെ അളവ്. ഗ്രിഡ് വരയ്ക്കേണ്ട രീതി മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം. 4 മൂലയിൽ ഇതുപോലെ 1.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ എത്രയാണോ ഗ്രിഡിൻ്റെ അളവ് എടുക്കുന്നത് ആ ഒരു സെൻറ്റിമീറ്ററിൽ നമ്മൾ പോയിൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1.5 സെൻറ്റിമീറ്റർ ഒരു അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിലായിരിക്കും വരിക. അപ്പോൾ 1.5 സെൻറ്റിമീറ്ററിൽ ഞാൻ മുഴുവനായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ ചെയ്യേണ്ടത് പോയിൻറ്റുകൾ തമ്മിൽ പരസ്പരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ലൈൻ വരക്കാം കേട്ടോ. പിന്നെ ഗ്രിഡ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ടാണല്ലോ ഗ്രിഡ് വരക്കുക. അപ്പോൾ നിങ്ങൾ വളരെ നൈസായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക, കാരണം നമുക്കിത് മായ്ച്ച് കളയേണ്ടതാണ്. അപ്പോൾ വളരെ നൈസായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഗ്രിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ കാലിഗ്രഫി ചെയ്യാം. ഞാനിതിന് സെൻട്രലായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അള്ളാഹു എന്നാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. സ്ക്വയർ കുഫിക് കാലിഗ്രഫി ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് മുകളിൽ അലിഫായിട്ടുള്ളത്, അപ്പോൾ അത് ഒരു 7 കള്ളിയിലായിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്നത് കറക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, എന്നിട്ട് ആ കള്ളി മാത്രം നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഒന്ന് ബോൾഡാക്കിയിട്ട് കാലിഗ്രഫി ഒന്ന് ഇവിടെ എഴുതാൻ പോവുകയാണ്. ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നല്ല കളറിൽ എഴുതാൻ പോവുകയാണ്. കാരണം ഇനി നമുക്കിതിൻ്റെ മുകളിൽ പെയിൻറ്റൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് കളറിൽ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കുഫിക് കാലിഗ്രഫി എങ്ങനെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് കയറി നോക്കട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇനി ആ ഗ്രിഡ് വരച്ചത് മുഴുവനായിട്ടൊന്ന് മായ്ച്ച് കളയാം. ഓക്കെ, ഇനി ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 4 കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിങ്ക്, വൈറ്റ്, പിന്നെ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ. ഓക്കെ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓയിൽ പെയിൻ്റാണ്. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന രീതി വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഞാനൊന്നിങ്ങനെ ഓടിച്ചു വിട്ട് പോവാണ്. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്ന പെയിൻറ്റിങ് നൈറ്റ് സ്കൈ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റാർ വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് കളർ കുറച്ച് എടുത്തിട്ട് ബ്രഷിൽ ഇതേപോലെ എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൽ എന്ത് ചെയ്യുക, കാലിഗ്രഫി നമ്മളാ വരച്ചില്ലേ അവിടെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ, പെൻസിൽ കൊണ്ടായതുകൊണ്ട് വ്യക്തമായി കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് കാലിഗ്രഫി എഴുതിയ രീതിയിൽ അതിൻ്റെ മുകളിലായിട്ട് ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ പെയിൻറ്റിങ് നല്ലവണ്ണം ഉണങ്ങിയ ശേഷം മാത്രം ടാപ്പ് ഒട്ടിക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ടാപ്പിൻ്റെ കൂടെ പെയിൻറ്റും ഇളകിപ്പോരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ ഇൻസുലേഷൻ ടാപ്പ് കറക്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യുന്നത് ഈ ഒരു ഷീറ്റ് മുഴുവനായിട്ട് ഞാൻ ബ്ലാക്ക് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഈ ഷീറ്റ് മുഴുവനായിട്ട് ഞാൻ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി കുറച്ച് ടൈം വെക്കുക. ഇപ്പോൾ പെയിൻറ്റിങ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ കാലിഗ്രഫി ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ പുതുമ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ക്യാൻവാസ് ഷീറ്റ് വേണം, അതുപോലെ പെയിൻറ്റും വേണം, പിന്നെ ബ്രഷൊക്കെ വേണം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത പോലെ നിങ്ങൾക്ക് നല്ല നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ ടാപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയാലും അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ. പിന്നെ നിങ്ങളിത് ഡ്രോയിങ് പേപ്പർ അതുപോലെ ചാർട്ട് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി കിട്ടിക്കോളണമെന്നില്ല. കാരണം ഞാനൊരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഫെയിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻറ്റ് ടാപ്പിൻ്റെ കൂടെ അടർന്നു പോരുന്ന ഒരവസ്ഥ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ക്യാൻവാസ് ഷീറ്റ് ഉണ്ടല്ലോ, ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഒരു 10 പീസ് അടങ്ങിയിട്ടുള്ള ഒരു പാഡാണത്. അപ്പോൾ 10 ഷീറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പാഡാണ്. ക്യാൻവാസിൻ്റെ ഓരോ ഷീറ്റാണ്. അപ്പോൾ ക്യാൻവാസ് ബോർഡും ഉണ്ട്, ഇതുപോലെ ഷീറ്റൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ബോർഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആവും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഷീറ്റിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിന്നീട് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഉപയോഗിച്ചാൽ മതി. ഇതിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതിന് ഏകദേശം 10 ഷീറ്റിന് തന്നെ 190 രൂപയുടെ താഴെയായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ക്യാൻവാസ് ബോർഡൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ഗുഡ് ബൈ.